നമസ്കാരം. ഇന്നലെ ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആയിരുന്നു. ഇന്നലെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വീഡിയോ ആണ്. ഇന്നലെ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് ചെയ്യുന്നു. സയൻസ്, ശാസ്ത്രബോധം നമ്മളിൽ എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം, അവയർനെസ് തുടങ്ങിയ കാര്യങ്ങൾ. ശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് വെസ്റ്റേൺ സയൻസ് മാത്രമല്ല, എല്ലാ രീതിയിലുള്ള ശാസ്ത്രങ്ങളും അതിൽ പെടും. ശാസ്ത്രാവബോധത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ലോജിക്കലി ചിന്തിക്കുക, ക്യൂരിയോസിറ്റി, ആ ജിജ്ഞാസ മെയിൻറ്റെയിൻ ചെയ്യുക, ശരിയായ പ്രോസസ്സുകൾ ഫോളോ ചെയ്യുക, വേണ്ടത്ര വിവരങ്ങൾ കിട്ടിയാൽ സ്വയം മോഡിഫൈ ചെയ്യാനും തിരുത്താനും തയ്യാറായിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ശാസ്ത്രബോധം എന്നതിൽ. റാഷണാലിറ്റി, സയൻറ്റിഫിക് ടെമ്പർ തുടങ്ങിയ കാര്യങ്ങളിൽ ആര് പറയുന്നതും അന്ധമായി അതേപോലെ വിശ്വസിക്കാതെ സ്വയം അത് വിലയിരുത്താൻ തയ്യാറാവുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റൊരാൾ വിലയിരുത്തിയതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. ശാസ്ത്രാവബോധം, സയൻറ്റിഫിക് ടെമ്പറിൽ വേണ്ട ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു ചെറിയ കവിത വായിക്കാം. അറിവ് എന്നാണ് കവിത. അറിയുന്നൊരറിവിനേക്കാളേറെ മൂല്യമുള്ളൊരറിവുണ്ടതേതെന്നതറിയുമോ കൂട്ടരെ? അറിയാത്തതറിയില്ല എന്നതറിയാനുള്ള അറിവാണതെന്നതിന്നറിയുക നമ്മളും. അറിയാത്ത കാര്യമൊന്നറിയുമെന്നോതുകിൽ അതിലേറെ പ്രശ്നമിന്നുണ്ടാകുമോർക്കുക. അറിയില്ല എന്നൊരായറിവിൻ്റെ മൂല്യം ഒരു മാത്ര പോലും ഇന്നറിയാതിരിക്കല. പതുക്കെ വായിക്കാം. അറിയുന്നൊരറിവിനേക്കാളേറെ മൂല്യമുള്ള, നമ്മൾ അറിയുന്ന കാര്യങ്ങളെക്കാൾ അതിനേക്കാളേറെ മൂല്യമുള്ള ഒരു അറിവുണ്ട്, അതേതാണെന്ന് അറിയുമോ കൂട്ടരെ എന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ 2 വരിയിൽ വരുന്നത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവിനേക്കാൾ ഏറെ മൂല്യമുള്ള ഒരു അറിവുണ്ട്, അത് ഏതാണെന്ന് അറിയുമോ കൂട്ടരെ? അറിയാത്തത് അറിയില്ല എന്നറിയാനുള്ള അറിവാണതെന്ന് ഇന്ന് അറിയുക നമ്മൾ. അറിയാത്ത കാര്യങ്ങൾ, ഉറപ്പില്ലാത്ത കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളെ അറിയില്ല എന്ന് മനസ്സിലാക്കാനും അത് സത്യസന്ധമായി വിനയത്തോടു കൂടി അറിയില്ല എന്ന് തുറന്ന് സമ്മതിക്കാനും വേണ്ട ഒരു അറിവ്, ആ ഒരു ബോധം, അതാണ് അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്, അറിയാത്ത കാര്യങ്ങളാണ് പ്രപഞ്ചത്തിൽ ഒരുപാട്. അപ്പം അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ല എന്ന് സ്വയം മനസ്സിലാക്കുക, യാതൊരുവിധ ദുരഭിമാനവും കൂടാതെ അത് സമ്മതിക്കാൻ തയ്യാറാവുക, അതിൽ യാതൊരു അഭിമാനക്കുറവുമില്ല. ഒരു കാര്യം അറിയില്ല എന്നുള്ളതല്ല, നമുക്കത് അറിയില്ലെങ്കിലും അറിയുമെന്ന് നടിച്ച് അഭിനയിക്കുകയും അതിൻ്റെ പേരിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും കടുംപിടുത്തങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് മോശം. അറിയാത്തൊരു തെറ്റല്ല. അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, നമ്മുടെ പരിധിക്കനുസരിച്ച്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അറിയാൻ പറ്റാത്തതുണ്ട്. അവിടെ നമ്മുടെ ഇഗ്നോറൻസ്, അറിവില്ലായ്മ ആക്സെപ്റ്റ് ചെയ്യുക, ഒരു ഹ്യൂമിലിറ്റി കീപ്പ് ചെയ്യാം. അറിയാത്തത് അറിയില്ല എന്നറിയാം. ഓക്കെ, 2 രീതിയിൽ തെറ്റി നമ്മൾ വരുത്താറുണ്ട്. ഒന്ന്, നമുക്ക് ചില കാര്യങ്ങൾ അറിയാത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല, നമ്മളൊരു ഫോൾസ് ബിലീഫ് ഉണ്ടാവും, ഇതാണ് ശരി എന്നൊക്കെ എവിടുന്നൊക്കെയോ കേട്ടതും സ്വയം ചിന്തിക്കാതെയൊക്കെയുള്ള ഒരു ബിലീഫ്, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചത്, ഇതിപ്പോൾ മതമോ രാഷ്ട്രീയമോ എവിടെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഏത് മേഖലയിലും, വ്യക്തിപരമായ മേഖലയിലും ഒക്കെ എടുക്കാം, അതാണ് ശരി, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി, നമുക്കൊരു വലിയ കടുംപിടുത്തം ഉണ്ടാവും. നമ്മൾ സ്വയം അറിയില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത്. രണ്ടാമത്തേല് നമുക്ക് സ്വയം അതറിയാം, പക്ഷെ നമ്മളത് സമ്മതിക്കാൻ തയ്യാറാവില്ല. എനിക്കറിയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറഞ്ഞ പോലെ എനിക്കിത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേരിൽ തർക്കങ്ങളും ഒക്കെ, ഇത് വളരെ മോശമാണ്. പല രംഗത്തെയും പല പ്രശ്നങ്ങളും നോക്കിയാൽ ഉറപ്പില്ലാത്ത, അറിയാത്ത കാര്യങ്ങളുടെ പേരിലുള്ള കടുംപിടുത്തങ്ങളും അതിൻ്റെ പേരിലുള്ള തർക്കങ്ങളും എല്ലാ തലങ്ങളിലുമുള്ള അസഹിഷ്ണുതയും ആക്രമണവും ഒക്കെ വളരെ കോമൺ ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസിലുള്ള പരിഹാരം അറിയാത്ത കാര്യങ്ങളെ അറിയില്ല എന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ എൻ്റെ തന്നെ വീഡിയോ സീരീസിലെ 17th വീഡിയോ, കർമ്മ ഓർ റാൻഡംനെസ് വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ ഈ കാര്യം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. പല മനുഷ്യർക്ക് പല രീതിയിലുള്ള വിധികൾ എന്തുകൊണ്ടാണ് വരുന്നത്, നമുക്ക് എന്ത് ലോജിക്കാണ് അതിൽ പറയാൻ കഴിയുക? ഇവിടെ 2-3 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, മുൻജന്മ കർമ്മങ്ങളുടെ ഫലമാവാം, കർമ്മ തിയറി ആവാം, അല്ലെങ്കിൽ വെറും റാൻഡംനെസ് ആവാം. നമുക്കറിയില്ല, നമുക്കിത് രണ്ടും വിശ്വസിക്കാം എന്നുള്ളത്, അത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. നമുക്കൊന്നിൽ വിശ്വസിക്കാം. ഇപ്പം ഞാൻ കർമ്മ തിയറിയിലാണ് കുറേ കൂടി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അത് ഉറപ്പുണ്ടോ, തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. അതൊരു വിശ്വാസമാണ്. ഈ ലോകത്തിനൊരു വ്യവസ്ഥയുണ്ട് എന്ന്, നമ്മൾ അറിയുന്ന ലോകത്തിനൊരു വ്യവസ്ഥയുണ്ട്. ബേസിക് ഫോഴ്സസ് ഓഫ് നേച്ചർ, ഗ്രാവിറ്റി ഉൾപ്പെടെ എല്ലാം വെച്ചൊരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം റാൻഡംനെസ് ആവാൻ വഴിയില്ല. ദെയർ ഹാസ് ഗോട്ട് ടു ബി സം സിസ്റ്റം എന്നുള്ള ആ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിലുള്ള ഒരു വിശ്വാസമാണത്. പക്ഷെ അത് ഉറപ്പിച്ച് പറയാനോ തെളിയിക്കാനോ ഒന്നും കഴിയില്ല. പുനർജന്മമുണ്ടോ, ആർക്കുറപ്പ്? മരിച്ചു കഴിഞ്ഞ് എന്തുണ്ടാവും, എന്തുറപ്പാണുള്ളത്? ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ വിശ്വാസങ്ങളും എഡ്യൂക്കേറ്റഡ് ഗസ്സസുമാണ്. ഉറപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയില്ല, പക്ഷേ ഞാനിങ്ങനെ ഇന്ന കാരണം കൊണ്ട് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റും. അപ്പം അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം വേണം. 3-ാം വരി, അറിയാത്ത കാര്യമൊന്നറിയുമെന്നോതുകിൽ. അറിയാത്ത കാര്യം നമുക്കറിയും എന്ന് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ അതിലേറെ പ്രശ്നം ഇന്നുണ്ടാകും ഓർക്കുക.
അതിലേറെ പ്രശ്നമുണ്ടാകും. നമ്മളൊരു കാര്യം അറിയാത്തത് അറിയില്ല എന്ന് സമ്മതിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നത്തേക്കാൾ എത്രയോ കൂടുതലാണ് നമ്മൾ അറിയാത്ത കാര്യം അറിയുമെന്ന് പറയുകയും കടുംപിടുത്തം പിടിക്കുകയും അതിൻ്റെ പേരിൽ തർക്കങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ ഉണ്ടാവുന്നത്. സോ ദ ബെറ്റർ ഓപ്ഷൻ ഓൾവേസ് ഈസ് ടു അക്സെപ്റ്റ് ദ തിങ്സ് ദാറ്റ് വി ഡോണ്ട് നോ, അല്ലേ? അത് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ലാസ്റ്റത്തെ 2 വരികൾ, അറിയില്ല എന്ന ആ ഒരു അറിവിൻ്റെ മൂല്യം ഒരു മാത്ര പോലും ഇന്നറിയാതിരിക്കില്ല. അറിയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിൻ്റെ മൂല്യം, അതിൻ്റെ വില ഒരിക്കലും അറിയാതിരിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ ആ സത്യസന്ധതയുടെ, ആ വിനയത്തിൻ്റെ, അതിൻ്റെ വില, അതിന് ചിലപ്പോൾ ഒരുപാട് സംഘർഷങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഒരുപാട് അൺനെസറി സംഘർഷങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്നുള്ള ആ സമ്മതത്തിന് കഴിയും. നമ്മൾ അറിയാത്ത കാര്യങ്ങളുടെ പേരിൽ ഉറച്ചു പറയുകയും അണികളെ കൂട്ടുകയും തമ്മിൽ തെളിയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ലോക ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലും മതത്തിലും പല കാര്യങ്ങളിലും എത്രയോ യുദ്ധങ്ങളും എത്രയോ മരണങ്ങളും എത്രയോ ജീവനുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ പേര് സഫർ ചെയ്തിട്ടുണ്ട്. ഉറപ്പില്ലാത്ത കാര്യങ്ങളുടെ പേരിലുള്ള കടുംപിടുത്തവും വാശിയും ഒക്കെയാണ്. ഇതിൻ്റെ അർത്ഥം നമ്മളൊന്നും വിശ്വസിക്കരുന്നല്ല. നമുക്ക് വിശ്വാസങ്ങളാവാം. ഉറപ്പുകളും വിശ്വാസങ്ങളും വ്യത്യസ്തമാണ്, അല്ലേ? ചില കാര്യങ്ങൾ നമുക്കറിയില്ല. വി ഹാവ് ടു, മരണശേഷം എന്തുണ്ടാവും? നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് മരിച്ച ഒരാൾ തിരിച്ചു വന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് ഉറപ്പുണ്ടാവുന്നു. അതില്ലാത്തിടത്തോളം കാലം നമുക്ക് പറയാൻ പറ്റില്ല. പുനർജന്മമുണ്ട്, എത്രയൊക്കെയോ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ജിജ്ഞാസയോട് കൂടി കഴിവതും അറിയാൻ ശ്രമിക്കുക. വായനയിലൂടെയും അനുഭവത്തിലൂടെയും സ്പിരിച്വാലിറ്റി ആണെങ്കിൽ ധ്യാനത്തിലൂടെയും നമുക്ക് അറിയാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു സന്ദേശം. അറിയാത്തത് അറിയില്ല എന്ന് പറയാനുള്ള ആ ഒരു അറിവ് വേണം. ഓക്കെ, ഈ കവിത ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം. അറിയുന്നൊരറിവിനേക്കാൾ ഏറെ മൂല്യമുള്ള ഒരു അറിവുണ്ട്, അതേതെന്നത് അറിയുമോ കൂട്ടരെ? അറിയാത്തതറിയില്ല എന്നതറിയാനുള്ള അറിവാണതെന്നതിന്നറിയുക നമ്മളും. അറിയാത്ത കാര്യമൊന്നറിയുമെന്നോതുകിൽ അതിലേറെ പ്രശ്നം ഇന്നുണ്ടാകും ഓർക്കുക. അറിയില്ല എന്നൊരായ അറിവിൻ്റെ മൂല്യം ഒരു മാത്ര പോലും ഇന്നറിയാതിരിക്കില്ല. 8 വരികളുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക. അറിയാത്ത കാര്യം അറിയില്ല എന്നുള്ളത് സമ്മതിക്കുക. It will definitely be beneficial for ourselves, in our surroundings, for our society and for the whole world. Okay, so be honest. അറിയാത്തതൊരു തെറ്റല്ല. ഈ ഒരു കാര്യമാണ് ഇന്ന് സയൻസ് ഡേയോടനുബന്ധിച്ച് പറയാൻ ആഗ്രഹിച്ചത്. ഒരുപാട് കാര്യങ്ങൾ സയൻസിനെ കുറിച്ച് പറയാനുണ്ട്, പക്ഷെ ഒരു പോയിന്റ് വ്യക്തമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു.